കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു മാംഗോ പുഡിംഗാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മാങ്ങ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ആവശ്യത്തിന് പഞ്ചസാരയും. ഇനി നമുക്ക് ഈ ബട്ടർ ഈ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഈ പഞ്ചസാര കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ മിക്സിയിലേക്ക് ഒരു 1.5 മാങ്ങയോളം മുറിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മധുരത്തിന് കണക്കായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് പഞ്ചസാരയും മിൽക്ക് മെയ്ഡെല്ലാം ചേർക്കുന്നത് മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. അതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ ഈ മാങ്ങ നല്ലപോലെ അടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. മൊത്തം 1.5 കപ്പ് പാല് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 3/4 കപ്പ് മിൽക്ക് മെയ്ഡും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ലപോലെ അടിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ലൂസായിട്ട് തന്നെ അടിച്ചെടുക്കണം. അതിന് വേണ്ട പാല് നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കൊരു പുഡിംഗ് ട്രേ എടുത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ഞാൻ സൈഡെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മാംഗോ ജ്യൂസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് ഈ ട്രേയിലേക്ക് വെച്ച് കൊടുക്കണം. ഇത് ഫുൾ കവറാകുന്നത് വരെ വെച്ച് കൊടുക്കാം. ട്രേയിൽ നിറച്ച് നമുക്ക് ഗ്യാപ്പൊന്നും ഇല്ലാത്ത പോലെ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ബ്രെഡെല്ലാം ഇതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഈ മാംഗോയിലെ ബട്ടർ നമ്മൾ ചേർത്ത് വെച്ചിരുന്നല്ലോ, അത് നമുക്കിതിലേക്ക് നിരത്തി ഇട്ട് കൊടുക്കാം. മാംഗോയും ബട്ടറും ഉള്ള മിക്സ് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് ഒരു ലെയർ കൂടെ ബ്രെഡ് നേരത്തെ വെച്ചതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. ഞാൻ ബ്രെഡെല്ലാം ഇതുപോലെ തന്നെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആവശ്യമുണ്ട്. അതിന് ഞാൻ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് എടുത്തത്. അതിലേക്ക് നമുക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. തണുത്ത പാലൊഴിക്കണം. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് നേരത്തെ തയ്യാറാക്കിയ മാംഗോയുടെ ജ്യൂസ് കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ബീറ്റ് ചെയ്യണം. ഇത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ മതിയാവും. ഇത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് തണുക്കാൻ വെച്ച ഈ പുഡിംഗ് ട്രേയിലുള്ള ഇതിലേക്ക് നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം. ഞാൻ ക്രീമെല്ലാം ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് റെഡിയായി കഴിഞ്ഞ് ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് മാങ്ങ കഷ്ണം എടുത്ത് മുകളിലേക്ക് ഇങ്ങനെ
ഇട്ട് കൊടുക്കാം. ഇത് വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റും ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഇത് നമുക്കിനി ഒരു 4-5 മണിക്കൂറോളം ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കണം. തണുത്ത് കഴിഞ്ഞാലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും 4-5 മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം.